നമസ്കാരം, ഞാൻ സത്യൻ പത്മനാഭൻ ഫ്രം കടങ്ങായത്ത് എന്റർപ്രൈസസ്. ഇന്ന് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത സ്റ്റീൽ ഡോർസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ചിന്തിക്കാം. ഓഫ് കോഴ്സ് സ്റ്റീൽ ഡോർസ് ആർ വെരി സ്ട്രോങ്, ഡ്യൂറബിൾ ആൻഡ് സ്റ്റൈലിഷ്. പക്ഷേ ആ ഒരു അപ്പിയറൻസ് നിലനിർത്തണമെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള കെയറിങ്ങും മെയിൻ്റനൻസും ആവശ്യമാണ്. നമുക്കിനി 1 by 1 ആയി മെയിൻ്റനൻസ് പ്രോസസ്സിലേക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ, റെഗുലർ ക്ലീനിങ്. 4 to 6 months നമ്മൾ സ്റ്റീൽ സർഫേസ് മൈൽഡ് സോപ്പ് വാട്ടർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. തീർച്ചയായും ക്ലീൻ ചെയ്തതിനു ശേഷം തുടച്ച് വൃത്തിയാക്കി ഡ്രൈ ആയി സൂക്ഷിക്കുകയും വേണം. വാട്ടർ പാർട്ടിക്കിൾസ് ആ സർഫേസിൽ ഇരിക്കുന്നത് ഭാവിയിൽ ദോഷകരമാകാൻ സാധ്യതയുണ്ട്. ദെൻ ലൂബ്രിക്കേഷൻ. ഹിഞ്ചസ്, ഹാൻഡിൽസ്, ലോക്സ് എന്നിവ വളരെ കൃത്യമായി സോഫ്റ്റ് മെഷീൻ ഓയിൽ ഉപയോഗിച്ച് ലൂബ്രിക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സ്ലൈഡിംഗ് ഡോറുകളുടെ ചാനലുകളും കൃത്യമായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ സ്മൂത്ത് ഫങ്ഷനിങ് ഉറപ്പാക്കിയാൽ മാത്രമേ ഭാവിയിലേക്ക് നമുക്കിത് ലോങ് ലാസ്റ്റ് ചെയ്തു പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ദെൻ റസ്റ്റ് ഇൻസ്പെക്ഷൻ. ക്ലീനിങ് സമയത്ത് വളരെ കൃത്യമായി നമ്മൾ ഇൻസ്പെക്ട് ചെയ്യേണ്ട ഒരു പ്രധാന ഘടകമാണ് റസ്റ്റ് അല്ലെങ്കിൽ തുരുമ്പ് ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ കണ്ടുപിടിച്ചാൽ കൃത്യമായി സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്യുകയും അവിടെ അപ്പോക്സിയും അല്ലെങ്കിൽ പ്രൈമറും പെയിന്റും കൃത്യമായി ടച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, റീപെയിന്റിങ്. 5 to 7 years സ്റ്റീൽ മെറ്റീരിയൽ റീപെയിന്റ് ചെയ്ത് സൂക്ഷിക്കുന്നത് വളരെ ഡ്യൂറബിളായി കാലാകാലങ്ങളോളം സ്റ്റീൽ മെറ്റീരിയൽസ് നിലനിൽക്കുന്നതിന് സഹായിക്കും. അടുത്തതായി, വാട്ടർ സ്വീപ്പേജ്. കോൺക്രീറ്റിലുണ്ടാകുന്ന ഡാമേജ് കൊണ്ടോ ഭിത്തിയിലുണ്ടാകുന്ന വിള്ളൽ കൊണ്ടോ അല്ലെങ്കിൽ ഭിത്തിക്കുള്ളിലൂടെ പോകുന്ന വാട്ടർ കണക്ഷന്റെ ബ്രേക്കേജ് കൊണ്ടോ ഭിത്തിയിൽ വാട്ടർ സ്വീപ്പേജ് ഉണ്ടാവുകയും അത് സ്റ്റീൽ പ്രോഡക്ട്സിനെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. വളരെ കൃത്യമായി ഇത് ചെക്ക് ചെയ്യുകയും അങ്ങനെയുണ്ടെങ്കിൽ ആ ഈർപ്പം വരാനുള്ള സാധ്യതയെ ബ്രേക്ക് ചെയ്യാനുള്ള പ്രിക്കോഷൻസ് എടുക്കുകയും വേണം. ഞാൻ മേൽ വിവരിച്ച ഈ ഒരു പ്രോസസ്സ് കൃത്യമായി അഡോപ്റ്റ് ചെയ്താൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത സ്റ്റീൽ പ്രോഡക്റ്റുകൾ അതിന്റെ ഡ്യൂറബിലിറ്റി കാലാകാലങ്ങളോളം നിലനിൽക്കുകയും അതൊരു അസറ്റായി നമുക്ക് മാറുകയും ചെയ്യുന്നു എന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി എന്ന് കരുതുന്നു. തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പണിപ്പുര എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വിവരങ്ങളുമായി ഞാൻ വരുന്നതാണ്. അതുവരെ ഗുഡ് ബൈ. ഞാൻ സത്യൻ പത്മനാഭൻ, സൈനിങ് ഓഫ്. താങ്ക് യു.